പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14, 15, 16 വായിച്ചു. പുറപ്പാട് എക്സോഡസ് 33. 33, 15 and 16. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മോശ ദൈവത്തോട് പറയുന്നതാണ്, അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തെ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. അടുത്ത മോശ പറയുന്നത്, ഞങ്ങളോട് കൃപയുണ്ടെന്ന് ഏതിനാൽ അറിയും? ഹല്ലേലൂയ. അപ്പൊ അവിടെ അതുപോലെ തന്നെ പറയുന്ന, അപ്പം നീ ഞങ്ങളുടെ കൂടെ പോയ സകല ജാതികൾ, അപ്പൊ എന്താ പറയാ, ഞാനും നിന്റെ ജനവും ഭൂതല ഉള്ള സകല ജാതി വിശേഷമുള്ളതായിരിക്കും. അപ്പൊ ദൈവം കൂടെ പോരുന്നെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അവര് ഭൂതലത്തിൽ സകല ജാതികളും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന മോശ പറയുന്ന മോശയുടെ പറയുന്ന കാര്യം മുമ്പ് ദൈവം തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 12-ാം വാക്യം തുടങ്ങി വായിച്ചു കഴിഞ്ഞാല് മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചോലെ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നിട്ട്, എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നത് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടെയും പറയാം, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. മോശ ദൈവത്തെ അടുത്തറിഞ്ഞപ്പോ ദൈവം തന്നെ പറഞ്ഞു, നിന്നോട് എനിക്ക് കൃപ തോന്നിയിട്ടുണ്ട്. അപ്പൊ കൃപയുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ കൃപയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. അപ്പൊ ആ തിരുസാന്നിധ്യം വന്നാൽ മാത്രമേ ഞങ്ങൾ വിശേഷതയുള്ള ജനമായി മാറും. അല്ലെങ്കിൽ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്കൊരു വിശേഷതയും ഇല്ല, സാധാരണ ജനം. പക്ഷെ കൃപ തോന്നിയാൽ മാത്രമേ ഹല്ലേലൂയ ആമേൻ വരും. അപ്പൊ അടുത്ത ദൈവം പറയുന്ന മറുപടി 17-ാം വാക്യത്തിൽ, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുവരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പം ദൈവം അപ്പം കൃപ ഉണ്ടെങ്കിൽ വരണം എന്ന് പറയുമ്പോൾ ദൈവം പറയും, എനിക്ക് കൃപയുണ്ട്, ഞാൻ വരാമെന്ന്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് വേണ്ടുന്ന കൃപ തന്നെയാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് മറിയ അടുക്കിലേക്ക് ദൂതൻ വന്നപ്പോൾ മറിയെ വിളിക്കുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയ. അപ്പൊ മറിയയിലേക്ക് പരിശുദ്ധാത്മാവ് നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്നൊക്കെ പറയുന്ന മുമ്പ് അവിടെ വന്ന് ദൂതൻ വിളിക്കുന്ന വിളിയാണ് കൃപ നിറഞ്ഞവളെ. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വരുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റർ ആകുന്നത്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ദൈവത്തിന്റെ കൃപ ലഭിക്കണം. ഹല്ലേലൂയ. നമ്മള് ഇപ്പം ചില ആൾക്കാർ ശുശ്രൂഷിക്കാൻ നമ്മൾ പറഞ്ഞു, നല്ല കൃപയാ കേട്ടോ, നല്ല ശുശ്രൂഷയാണ്, നല്ല കൃപയാണ് അല്ലേ, നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് കൃപാവരങ്ങൾ എന്നാ പറയുന്നത്, അല്ലെ കൃപാദാനങ്ങൾ എന്ന് പറയുന്നത്. കാരണം കൃപയാണ്. അപ്പൊ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അങ്ങനെ തന്നെയല്ലേ സിസ്റ്റർ അവിടെ എഴുതിയേക്കുന്നത്? നോഹയെ കുറിച്ച് 10 പുസ്തകത്തിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്താ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ഒരു വിശ്വാസം, അല്ലെ ഒരു നോഹ വിശ്വസ്തനാണെന്ന് ദൈവത്തിന് ബോധ്യം വന്നപ്പം ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയെ കൊണ്ട് ദൈവം എന്താ വെച്ചാൽ പെട്ടകം പണിയിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം കൃപ ലഭിക്കുന്നവർക്ക് ഉള്ള മറ്റൊരു ക്വാളിറ്റിയാണ്, ദൈവം അവരെ വിശ്വസിക്കും, ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും, ചില പണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. നോഹ പെട്ടകം പണിത് നമുക്ക് എല്ലാവർക്കും അറിയാം, നോഹയുടെ ഇഷ്ടത്തിനല്ല പണിതത്, ദൈവം കൊടുത്ത കറക്റ്റ് മെഷർമെന്റിലാണ് നോഹ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇവരെ ഏൽപ്പിക്കാൻ കൊള്ളാം, ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുമെന്ന് ദൈവത്തിന് ഒരു ഉറപ്പാ, ഒരു വിശ്വാസം വരുന്ന ഒരു ലെവലാണ് നമുക്ക് കൃപ ലഭിക്കാന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ മനുഷ്യനായ നമ്മളെ ദൈവം പൂർണ്ണമായും വിശ്വസിക്കുന്ന ലെവലാണ് കൃപ. ആ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മളിലേക്ക് തരിക, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് പകരപ്പെടാം. ദൈവത്തെ ആ കൃപ, ആ പണിക്ക് വേണ്ടുന്ന കാര്യം എന്താണോ അത് നമ്മളിലേക്ക് തരുമെന്നുള്ളത്.
അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കണം. എന്ന് വെച്ചാ ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുമെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ബോധ്യം വരണം. ദൈവം എന്തുകൊണ്ടാ ഇവിടെ 33 അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആമേൻ. ദൈവം പറയുന്നു, ഞാനിനി 33 തുടങ്ങി 33 ഒന്ന് തുടങ്ങിയൊന്ന് വായിക്കാം സിസ്റ്റർ, ഇച്ചിരി കുറച്ചിങ്ങോട്ട്. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, 33-ന്റെ ഒന്ന് തുടങ്ങി വാക്യം. അനന്തരം യഹോവ മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിബ്യൻ, എബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായി ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മതി സിസ്റ്റർ, മതി. എന്തുകൊണ്ടാ ജനം ദൈവം ഇവരുടെ കൂടെ മധ്യം ഉണ്ടാകത്തിൽ പറയാൻ കാരണം ഇവര് ദുശാഠ്യമുള്ള ജനമാണ്, അനുസരണം കെട്ട ജനമാണ്, അനുസരിക്കാത്ത ജനമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇവരുടെ മധ്യം നടക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ ദൈവം, ഞാൻ നേരത്തെ കൃപ ലഭിക്കുന്നവർക്കാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകത്തത്. കാരണം ഇവര് ദുശാഠ്യമുള്ള ജനമായതുകൊണ്ട്, ഇവര് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കാത്ത ജനമായതുകൊണ്ട് ആ ദൈവം ഇവരുടെ കൂടെ മധ്യയുണ്ട്, ആ സാന്നിധ്യം ഇവരുടെ നിന്ന് മാറിപ്പോകുന്ന ദൈവം പറയുന്ന കാര്യം. അപ്പൊ നമ്മുടെ അടുക്കൽ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാന്നിധ്യം ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞവർക്ക് അത് ലഭിക്കാതിരിക്കുന്ന സമയത്ത്, അത് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കെന്തോ ഞാൻ എപ്പോഴും പറഞ്ഞ് കരയ്ക്ക് പിടിച്ചൊരു മത്സ്യത്തെ പോലെ സാന്നിധ്യത്വം ഒന്ന് കുറയുക, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുക ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം, അപ്പൊ ഇവര് ദുശാഠ്യമുള്ള, അപ്പൊ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച്, അല്ലെ പരിശുദ്ധാത്മന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരുടെ മേലാണ് സാന്നിധ്യം എപ്പോഴും ആമ ഇറങ്ങി വരുന്നതാണ്. നാളെ ശനിയാഴ്ച രാവിലെ വെളുപ്പിന് നമ്മൾ അന്യഭാഷ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ് അപ്പൊ നമ്മൾ നാളെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനായിട്ട്, നമ്മൾ ആത്മാവിനെ പ്രാപിക്കാനായിട്ട് ഇരിക്കുന്ന ദിവസമാണ് വെളുപ്പങ്കൽ 3 മണിക്കൂർ ഇരിക്കുക. അപ്പൊ ഇതിരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ എന്തെങ്കിലും അനുസരണക്കേടുണ്ടോ നമ്മൾ ദൈവം പറഞ്ഞിട്ട് ദൈവത്തെ പരിശുദ്ധാത്മ വിഷമിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശോധന ചെയ്തിട്ടാണ് വന്നിരിക്കും. കാരണം വെച്ചാൽ ദൈവം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പോലും ഭൂമിയിൽ ആയിരിക്കും പറഞ്ഞു, മനുഷ്യപുത്രനെ എന്ത് ദൂഷണം പറഞ്ഞാലും അത് ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ദൈവം ക്ഷമിക്കത്തില്ല. അപ്പൊ നമ്മൾ വേദനിപ്പിക്കുക, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ, പരിശുദ്ധാത്മ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടോ, ഇതൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് ഒന്നും കൂടെ ഒന്ന് നമ്മൾ ശോധന ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചു. കാരണം അനുസരണം കെട്ടവർക്ക്, ദുശാഠ്യമുള്ളവരുടെ ദൈവത്തിന്റെ സാന്നിധ്യം നിൽക്കത്തില്ല എന്ന് ഇവിടെ പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ സ്ഥിരമായ ആത്മാവ് ദൈവം നമുക്ക് തന്നെങ്കിൽ, ഞാൻ എപ്പോഴും പറയും, ആത്മാവിന്റെ അഭിഷേകവും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഇതും രണ്ടും രണ്ടാണ് നിൽക്കുന്ന വെളിപ്പെടുന്ന നമ്മുടെ മേൽ പകരുന്ന അഭിഷേകം, അത് പൊതുപ്രയോജനത്തിനും ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ വേലയ്ക്കും ഉള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, അകത്തുള്ള സ്ഥിരമായ ആത്മാവ് നമുക്ക് തന്നെ ആത്മീയ വർധനവിന് വേണ്ടിയുള്ളതാണ്. ഈ രണ്ടിനെയും തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇത് രണ്ടിനെയും ഒരുപോലെ കാണും. ഹല്ലേലൂയ. അപ്പൊ ഒരുപോലെ, അപ്പൊ എല്ലാവരും പലരും പറയും ആത്മാവ് സ്ഥിരമായിട്ടുള്ളതല്ലേ, നമ്മളിൽ ആത്മാവ് മാറിപ്പോകത്തില്ലല്ലോ. പക്ഷേ എങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന സ്ഥിരമായ ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. അത് കറക്റ്റ് തന്നെയാണ്. അത് നമ്മളെ വചനം വായിക്കാനും പഠിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളെ പ്രബോധിപ്പിച്ചുകൊണ്ടല്ലേ നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണെങ്കിൽ, നമ്മൾക്ക് ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ കൃപ വരം എന്ന് പറയുന്നത് ദൈവം അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി
ധരിച്ചിട്ട് ഹാലേലിയ ആമേൻ നിങ്ങൾ ഭൂമിയുടെ അറ്റത്ത്. അപ്പൊ നമ്മുടെ മേൽ വരുന്ന ആത്മാവ് ഹാലേലിയ അത് നമ്മൾ അനുസരണം കെട്ടവർക്ക് വരുത്തില്ല, വിശുദ്ധി ഇല്ലാത്തവർക്ക് വരുത്തില്ല, നമ്മുടെ ശരീരം വിശുദ്ധമല്ലെങ്കിൽ വരുത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഹാലേലിയ ദൈവത്തിന്റെ വിരോധമായ എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാലേലിയ ദൈവഹിതമല്ലാത്ത വിചാരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ അതെന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ദൈവം അതാത് സമയങ്ങൾ നമ്മൾ മേൽ അയക്കുന്ന ആത്മാവാണത്. അപ്പൊ ഈ രണ്ടും തിരിച്ചറിയാം. അപ്പൊ അത് നമുക്ക് അനുസരണം കെട്ടവരുടെ മേൽ വരത്തില്ല. ആ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഹാലേലിയ പഴയ നിയമകാലത്ത് ഇവിടെ ദൈവം പറയുന്ന സാന്നിധ്യം. അതാണ്ട് ഞാൻ പറയാം, ആ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, എന്തുകൊണ്ടാണ് ദൈവം ഈ സാന്നിധ്യം തരാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ ഇത് നമ്മളെ തന്നെ നശിപ്പിക്കാൻ കാരണമാവും. നമ്മൾ തന്നെ നശിച്ചു. അപ്പൊ ദൈവത്തിന് നമ്മളോട് സ്നേഹം കൊണ്ട് ഇവരോട് ഇതിനിടയ്ക്ക് ഇതിൽ പറയുന്നുണ്ട്, ഞാൻ ഇതിന്റെ നിങ്ങളുടെ മധ്യേ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും. അല്ലെ ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആ സാന്നിധ്യം കൂടെ നിൽക്കുന്നത്. അപ്പം നശിപ്പിക്കാതിരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകം അല്ലെങ്കിൽ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതാകരുതെന്ന് വിചാരിച്ച ദൈവം അത് അയക്കാത്തത്. ഹാലല്ലേ. അപ്പം നമ്മുടെയൊക്കെ ദൈവം നമ്മളെ എപ്പോഴും ദൈവത്തിന്റെ സ്നേഹം ഭയങ്കരമാണ്. ഹാലല്ലേ. അപ്പം വിശുദ്ധി ഇല്ലാത്തടത്ത് ഇതൊരിക്കലും വരാം. അതുകൊണ്ടായി കൃപാവരങ്ങളിൽ ഹാലല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നിടത്ത് പലപ്പോഴും പലർക്കും ഇത് മങ്ങലേൽക്കുന്നതായിട്ട് കാണും. കാരണം എന്താ വെച്ചാൽ, ഇത് കാത്തു സൂക്ഷിക്കണം, അത് പവിത്രമായി തന്നെ കാത്തു സൂക്ഷിക്കണം. കാരണം അത്യുന്നതനായ ദൈവത്തിന്റെ ഹാലയിലെ ശക്തി തന്നെയാണ് നമ്മളിലേക്ക് അത് പവിത്രമായി തന്നെ കാത്തു. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി നിന്ന് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി. ഇന്നലെ ഞാൻ ഈ വചനം ഈ രണ്ട് വാക്യം നമ്മുടെ സെൽ മീറ്റിംഗ് നമുക്ക് പ്രബോധിപ്പിക്കാൻ വേണ്ടി തന്നപ്പോൾ, പ്രബോധിപ്പിക്കാനല്ല, ഓരോരുത്തരും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഞാൻ പറയും, എല്ലാ പ്രാവശ്യം സൺഡേ നടക്കുന്ന മെസ്സേജിന്റെ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് സെൽ മീറ്റിംഗ്. അതെല്ലാവരും അവരോടായിട്ട്. പക്ഷെ ഞാൻ ഇത്രയൊന്നും അവിടെ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇന്നലെ ഞാനിങ്ങനെ വൈകിട്ട് ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് തരുന്നത്. അപ്പം ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് ഹാലയിലെ എങ്ങനെയാണ് നമ്മുടെ അവിടെ ദൈവം മരുഭൂമി യാത്ര ഇവർക്കുണ്ട്. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായിട്ടാണ് നടന്നത്. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അഗ്നിത്തൂണായിട്ട് രാത്രി എന്തിനാ അഗ്നിത്തൂണായിട്ട് നടന്നത്, അല്ലെങ്കിൽ അഗ്നി എന്തിനാ ഹാലയില് രാത്രിയില്. അപ്പം ഞാൻ ചിലപ്പോൾ ട്രാവലേഷൻ ആകുമ്പോൾ ഞാൻ ആൻമോളെ വിളിച്ചത്. അപ്പൊ അവളോട് ഇങ്ങനെ ചോദിക്കും, അവളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ. അപ്പൊ അവളോട് അഗ്നി തീ ആകുമ്പോൾ ചൂടുണ്ടാകും, അതിനുവേണ്ടി തീ. ചൂട് മാത്രമല്ല ഹാലയില് രാത്രി എന്തിനാ തീ വന്നത്, അല്ലെ? അത് തീക്ക് വെളിച്ചം തരാൻ പറ്റും, അല്ലേ? രാത്രിയില് അഗ്നിത്തൂണായി നിൽക്കുമ്പോൾ അവർ പോകുന്ന വഴി മരുഭൂമിയാണ് അവർക്ക്. പക്ഷെ യാത്രയിൽ വെളിച്ചം വേണം. അപ്പൊ അത് വെളിച്ചം പകരും. വെളിച്ചം പകരുന്നത് എന്തിനു വേണ്ടി? വെളിച്ചം എന്തിനു വേണ്ടിയാണ് വേണ്ടുന്നത്? നമ്മുടെ റൂമിൽ ലൈറ്റ് ഇടുന്നത് എന്തിനു വേണ്ടി കേട്ടാ? വെളിച്ചം കിട്ടാൻ. എന്തിനാ വെളിച്ചം കിട്ടുന്നത്? അവിടെ ഇരുട്ടുള്ളത് കൊണ്ടാ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പം നമ്മൾ ശരീരത്തിലേക്ക് പരിശുദ്ധ ശക്തി അടിക്കുന്ന സ്ഥിതി എപ്പോഴും അത് തീ അല്ല, പക്ഷെ തീയായിട്ട് അനുഭവപ്പെടും. തീയായിട്ട് പരിശുദ്ധാത്മ അനുഭവപ്പെടുന്നെങ്കിൽ നമ്മൾ എപ്പോഴും പറയാൻ പല പ്രാവശ്യം പറയാം, തീയായിട്ട് പരിശുദ്ധാന ശക്തി അനുഭവപ്പെടുന്നത് നമ്മൾ ഒന്നിൽ അത് നമ്മുടെ മേലേക്ക് ഒരു പകർച്ച സംഭവിക്കുന്നു. ഹാലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേലൊരു ഡെലിവറൻസ് നടക്കുന്നു. ഈ രണ്ട് സംബന്ധിച്ചാൽ ഇരുട്ടിന്റെ ഹാലേലിയ ശക്തികളെ ചോടിക്കാൻ വേണ്ടുന്ന ഒന്നാണ്. ഒന്ന് ആ നമ്മളെപ്പോഴും ഈ പാമ്പ് മറ്റ് സാധനങ്ങൾ നമ്മളെപ്പോഴും ഈ അന്ധകാരത്തിന്റെ ശക്തികൾ എപ്പോഴും അതിനോടൊക്കെയാണ് കമ്പയർ ചെയ്തത്. അപ്പൊ അവിടെ ഇതിനെയൊക്കെ ചൂട് തട്ടി ഇതൊക്കെ പുറത്തിറങ്ങും, മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. അതുപോലെ വെളിച്ചത്തിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതെപ്പോഴും ഇരുട്ടിന്റെ മറപറ്റി പിടിക്കുന്ന സാധനങ്ങളാണ് ഹാലയിൽ. അപ്പൊ ഇരുട്ടിനെ പുറത്താക്കാനായിട്ട് തീ തന്നെ വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മ പരിശുദ്ധ എപ്പോഴും തീയായിട്ടാണ് വെളിപ്പെടുന്നത് വെച്ചാൽ അല്ല. നമുക്ക് തന്നെ ശരീരത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ നിങ്ങൾ ഇത് തിരിച്ചറിയണം കേട്ടോ. പരിശുദ്ധാത്മ നമുക്ക് തീ പോലെ മാത്രമല്ല വരുന്നത്, ചൂടായിട്ട് മാത്രമല്ല ശരീരത്തിൽ അനുഭവപ്പെടുന്നത്, നല്ല കുളിര് പോലെ മഞ്ഞു പോലെ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഹാലേലിയ. അപ്പൊ മേഘസ്തംഭം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ അപ്പൊ ചൂടൊക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പൊ നമുക്കൊരു തണുപ്പൊക്കെ എത്തുന്നു, നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് ഹാലേലിയ നമുക്കൊരു കംഫർട്ട് സോണിലൊക്കെ നടത്തുന്ന സാധനം. അപ്പൊ അതെന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് നമ്മൾ നടത്തുന്നത് തുല്യമായിട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോൾ സമയത്ത് ഭയങ്കര തണുപ്പ്, നല്ല കുളിരൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ആദ്യം വിശ്വാസത്തിൽ വന്ന സമയത്ത് ഹാലേലിയ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വലിയൊരു ഫ്ലാറ്റ് അന്ന് തന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് 4 ബെഡ്റൂം ഉള്ളതിനകത്ത് എൻ്റെ നമ്മുടെ
മാസ്റ്റർ ബെഡ്റൂമിനകത്ത് തന്നെയാണ് ഞാൻ എപ്പോഴും. അന്ന് വിശ്വാസി വന്നതേ ഉള്ളൂ. ഹാലേലൂയ. വിശ്വാസി വന്ന സമയത്ത് ഭയങ്കര ആവേശമാണല്ലോ. അപ്പം ബൈബിള് പരിശുദ്ധാത്മ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പഠിക്കാനായിട്ടൊക്കെ ചില സമയത്ത് നല്ല ചൂട് സമയമായിരിക്കും അവിടെ നമ്മുടെ ഇവിടെ. പക്ഷെ ആ സമയത്ത് എൻ്റെ റൂമിനകത്ത് നിറയെ ഭയങ്കര കുളിരായിരിക്കും. ഹാലേലൂയ. ഞാനിങ്ങനെ ആ തണുപ്പൊക്കെ വന്നങ്ങ് നിറയുന്ന സമയത്ത് നമ്മൾ എ സി പോലും ഓണാക്കിയിട്ടാണ്. പക്ഷെ തണുപ്പ് വന്നൊക്കെ ഇങ്ങനെ നിറയും. ഞാൻ മെയ് മാസത്തിലാണ് രക്ഷിക്കപ്പെട്ടത്. ഹാലേലൂയ. സ്നാനപ്പെട്ടത്. ഹാലേലൂയ. അപ്പൊ അത് കഴിയുമ്പോഴത്തേന് ജൂൺ ഒക്കെ ആ സമയമൊക്കെ നമുക്കറിയൂടെ. അപ്പൊ ഇതിനെ തണുപ്പ് വന്ന് മഞ്ഞ് വന്ന് നിറയുന്ന കണക്ക് മൂടുന്ന കണക്ക് അതിനകത്ത് തന്നെ നല്ല തണുപ്പാ. ഹാലേലൂയ. അപ്പൊ ഇത് നമുക്ക് അന്ന് ഇതിനെക്കുറിച്ചൊന്നും, പക്ഷെ എനിക്കറിയാം അത് വന്ന് നിറയുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ആണെന്ന് എനിക്കറിയാം. ദൈവസേന. അപ്പൊ അത് അന്നേരമാണ് ഇങ്ങനെ ഈ ബൈബിളൊക്കെ പരിശുദ്ധാത്മ ഇങ്ങനെ പറഞ്ഞു തന്ന് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത്. ഹാലേലൂയ. അപ്പൊ അങ്ങനെ ആ അനുഭവമൊക്കെ വെച്ചാൽ അത് വെച്ചാൽ അത് നമ്മളിപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലൂയ അതിങ്ങനെ വന്ന് നമ്മൾ ആ മഞ്ഞ് വന്ന് മൂടുന്ന പോലെ, അല്ലെങ്കിൽ ആ തണുപ്പ് വന്ന് നിറയുന്ന പോലെ അനുഭവം നമ്മൾ തന്നെ അത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പകർച്ചയും രണ്ടും അത് തിരിച്ചറിയണം. രണ്ടും പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇതിനകത്ത് വെള്ളത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്, കാറ്റിനോട് ഉപയോഗിച്ചിട്ടുണ്ട്, മഞ്ഞിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാലേലൂയ. മഴയോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാലേലൂയ. ഇതെല്ലാം പരിശുദ്ധാത്മാവ്. അപ്പം ഇതെല്ലാം ഒരുപോലെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആൾക്കാർക്ക്. പരിശുദ്ധാത്മ വരുമ്പോൾ വീഴുമോ? പരിശുദ്ധാത്മ മുൻപോട്ട് വീഴുവോ? പുറകോട്ട് വീഴുവോ? ഹാലേലൂയ. ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഹാലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ പല നമ്മുടെ മേൽ പ്രസൻസ് ആയിട്ട് വരുന്നത് അത് പല പല രീതിയിൽ വരിക. പലതിനും ആ വരുന്നതിനെല്ലാം ഓരോ ഉദ്ദേശങ്ങളും ഉണ്ട്. അപ്പൊ അപ്പം അപ്പൊ ദൈവത്തിന് ഇപ്പൊ രാത്രിയിലും പകലും എല്ലാം അങ്ങ് മേഘസ്തംഭമായിട്ടോ അടിയിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് നിർത്തുമല്ല. കാരണം ഓരോന്നും ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഹാലില്ല. അപ്പം ദൈവം ചെങ്കടലിന് മുമ്പ് ചെന്നപ്പം ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മ എങ്ങനെയാ കാറ്റായിട്ടാ വീശിയത്. തീ കൊണ്ട് വെള്ളം പറ്റിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ചോദിക്കാൻ വേണം അല്ലേ? ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ ഓരോ സ്ഥലത്തും ഹല്ലേലൂയ വെളിപ്പെടുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ വേണം മുൻപോട്ട് പോകാനായിട്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മോശ ഇത് മനസ്സിലാക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. മോശ പർവ്വതത്തിൽ 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ ചേർന്നിരുന്നപ്പോൾ ഹല്ലേലൂയ മോശയ്ക്ക് മനസ്സിലായി ഇതാണ് കേട്ടോ ഏറ്റവും വലിയ സംഭവം. ഹാലേലൂയ. മോശ അതുകൊണ്ടാണ് ഹാലേലൂയ പിന്നെ ഇതിനിങ്ങനെ വാശി പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നിർബന്ധം പിടിക്കുക. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കാണണം എന്നൊക്കെ. പക്ഷെ മോശയ്ക്ക് ഒരിക്കലും ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് എഴുതിയിട്ട് മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചെന്ന് എഴുതിയിരിക്കുമ്പം അവിടുത്തെ ഇവിടെ പറയുന്ന മോശ പറയുന്നത് എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശ മുഖാമുഖമായി സംസാരിച്ചെങ്കിൽ ദൈവത്തെ, അപ്പൊ മുഖാമുഖമായി സംസാരിച്ചപ്പോ ദൈവത്തിന്റെ ഫിസിക്കൽ ഒരു പ്രസൻസിലല്ല സംസാരിച്ചത്. അതൊരിക്കലും കാണാൻ പറ്റത്തില്ല. ദൈവം തന്നെ പറഞ്ഞു എന്നെ ഒരിക്കലും നിനക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഹാലേലൂയ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ എഴുതുന്നുണ്ട് ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്ത ഒരു നാൾ കാണുന്ന വെച്ചാൽ ദൈവത്തിന്റെ ഹാലേലൂയ ആ ഒരു ദൈവത്തിന്റെ ഇമേജ് ആയ യേശുക്രിസ്തുവിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. പക്ഷേ അവിടെ ദൈവത്തെ അപ്പൊ ദൈവത്തിനെ മോശ മുഖാമുഖമായി സംസാരിച്ചെന്ന് പറഞ്ഞപ്പം ദൈവം ഇങ്ങനെ നമ്മളെ പോലെ ഇപ്പൊ നമ്മൾ കണ്ട് മുഖാമുഖം ഞാൻ താമസിച്ചിട്ട് ഇരിക്കുന്ന നടക്കിരുന്ന് സംസാരിച്ചു എന്നല്ല. അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ അവിടെ. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ പ്രസൻസിൽ ഇരുന്നപ്പം മോശയ്ക്ക് മനസ്സിലായി പ്രസൻസിനെ കുറിച്ച് എത്രത്തോളം ഇതാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അടുത്തൊരാള് ജോഷുവ. ദൈവം കൂടാരത്തിന്റെ ഇറങ്ങിയപ്പോഴത്തേന് കൂടാരത്തിൽ ഇറങ്ങി മോശയോട് മുഖാമുഖമായി സംസാരിച്ച് മോശ കൂടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങി സ്വന്തം കൂടാരത്തിൽ പോയി കിടന്നുറങ്ങി. പക്ഷേ ജോഷുവ അവിടെ പോയിട്ടില്ല. ജോഷുവ കൂടാരത്തോട് പറ്റി നിന്നൊരു ജോഷുവോട് നമ്മൾ ഇതിന്റെ 33-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തെ കാരണം ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന യഹോവ മോശയുടെ അഭിമുഖമായി സംസാരിച്ച് പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്ന് അവന്റെ ശുശ്രൂഷകൻ നൂന്റെ മകനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിഴിയാതിരുന്നു. ഹാലേലൂയ. അപ്പം ജോഷുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ കൂടാരത്തിന്റെ അടുത്തുനിന്ന് വിട്ടുപിരിയാതെ ഇങ്ങനെ ചുറ്റി അതിനകത്ത് അവിടെ തന്നെ കിടക്കുക, അവിടെ തന്നെ സമയം സ്പെൻഡ്. കാരണം ഈ സാന്നിധ്യമുള്ളിടത്ത് എങ്ങോട്ടും പോകത്തില്ല ജോഷു. അതുകൊണ്ട് തന്നെയാണ് മോശയ്ക്ക് ശേഷം ഹാലേലൂയ അവിടുന്ന് ദൈവം ജനത്തെ നയിക്കാനായിട്ട് ജോഷുവയെ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം ആ സാന്നിധ്യം കൊതിക്കുന്നവര് സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരെയാണ് ദൈവം ഹാലേലൂയ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞത് ദാഹിക്കുന്നവരേവരും എൻ്റെ അടുക്കിലേക്ക് വരുവെന്ന് പറഞ്ഞേക്കുന്നത്.
അപ്പൊ ദാഹത്തോടു കൂടി ആയിരിക്കുന്നവരെയാണ് ദൈവം നിറയ്ക്കുന്നത്. ദൈവം തരുന്നത്. അപ്പൊ നമുക്കൊരു ദാഹമുണ്ടാകണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കണം. നമ്മൾ കാണുന്നുണ്ട് മോശ എന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ പറയുമ്പോൾ അവിടെ ഒരു പാറയുടെ പിളർപ്പിൽ പോയിട്ട് നിൽക്കണം, ഞാൻ എന്റെ സ്ഥലത്ത്, ഞാൻ പറയുന്ന സ്ഥലത്ത് അവിടെ പറയും ദൈവം അതേ പറയാം, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യ എന്റെ മുഖം കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് അവൻ ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പാറമേൽ നീ നിൽക്കണം, എന്റെ തേജസ് കടന്നു പോകാൻ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്ക്, നീ എന്റെ പിൻഭാഗം കാണാൻ എന്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് കണ്ടാൽ ഒരു മനുഷ്യൻ ജീവനോട് ഇരിക്കത്തില്ല. അതാണ് കാരണം. അതുകൊണ്ട് ദൈവം വെളിപ്പെടാത്ത എന്ന് വെച്ചാൽ അത് നമുക്ക് എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ആ പ്രസൻസ് വെളിപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ മരിച്ചവരെ പോലെ വീണു. അപ്പൊ അതുകൊണ്ട് അത് താങ്ങാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴും ഞാനിപ്പോഴും പറയാം, ഞാനിപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ കാണണം എന്നുള്ളത്. ഞാൻ പലരോട് പറയും അങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ. ഞാൻ പറയാം കുഴപ്പമില്ല, കാണാൻ പറ്റുന്ന രീതിയിൽ വന്നാൽ മതി എന്ന് പറയുന്നത്. അതാണ് അപ്പം ഇവിടെയൊക്കെ നോക്കാം. അപ്പൊ നമ്മള് ദൈവത്തെ കുറിച്ച് ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടത്തെ കാര്യം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ദൈവത്തിന്റെ സാന്നിധ്യം അതാണ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഇത് നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കണം. ഹല്ലേലൂയ. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രക്ഷയിലേക്കൊക്കെ വന്നിട്ട് ഇന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത, പക്ഷെ അവരിൽ പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഇല്ലാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് സത്യം. അതുകൊണ്ട് പരിശുദ്ധാത്മ വന്നതിന് ശേഷം മാത്രമേ അവര് യേശു കർത്താവ് എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേങ്കില് അതല്ല സാന്നിധ്യം. അതല്ല ദൈവത്തിന്റെ അഭിഷേകം, അതല്ല ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിറയണമെങ്കിൽ അത് നമ്മൾക്ക് അന്യഭാഷ അടയാളത്തോടു കൂടി നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള സ്നാനം എന്ന് അതിന് പറയും. ആത്മാവിന്. അപ്പൊ അത് നമ്മൾക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ലഭിക്കുക തന്നെ വേണം. പലർക്കും ഇന്ന് അതിനെക്കുറിച്ച് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, പലർക്കും അറിയത്തില്ല, പലരെയും വിലക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ സൗമ്യ സിസ്റ്റർ ഇപ്പൊ നാട്ടിൽ വെക്കേഷനിലാണ്. സമയം പോകുന്നതിനും പറഞ്ഞൊരു വിഷമം എന്താണ് പറഞ്ഞത്, അവിടെ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ അമ്മായിമ്മ സമ്മതിക്കത്തില്ല. അവര് വിശ്വാസികളാണെന്ന് വെച്ചാൽ ആണ്, പക്ഷേ അന്യഭാഷ പറയാനായിട്ട് പെർമിഷൻ ഇല്ല. കാരണം വെച്ചാൽ അവർക്കാർക്കും അത് കുറിച്ചൊരു ഐഡിയ ഇല്ല, അത് പറയാൻ സമ്മതിക്കത്തുമില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ കുഴപ്പമില്ല, അവിടെ പോയിട്ട് അന്യഭാഷ മനസ്സിലങ്ങോട്ട് പറ, കെട്ടൊക്കെ അങ്ങോട്ട് കൂട്ടിച്ചിട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്ര അപ്പം അപ്പൊ ഇതാണ് കാരണം, ഇതിനെക്കുറിച്ച് അറിയില്ല. അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. അപ്പൊ ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ വെറുതെ ലഭിക്കത്തുമില്ല. എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട് 15 വർഷം വിശ്വാസത്തിൽ വന്നിട്ട് എന്നൊക്കെ പറയുന്നവർക്ക് ആർക്കും അന്യഭാഷ ലഭിച്ചിട്ടില്ല. അഭിഷേകം പ്രാപിക്കാത്ത ആൾക്കാരുണ്ട്. അവർ കുറവായിട്ടല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതിനെക്കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് ദാഹിക്കണം, അത് വേണമെന്ന് ആഗ്രഹിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രാർത്ഥനയൊക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ ഞങ്ങൾ പുഴുവാണ്, കൃമിയാണ്, കുപ്പിച്ചില്ലാണ് എന്നൊക്കെ പ്രാർത്ഥിക്കും. കാരണം പക്ഷെ അഭിഷേകം വന്നാൽ ഞാൻ ആരാണെന്നും ദൈവത്തിന് ആരാണെന്നൊക്കെ മനസ്സിലാകത്തില്ല. ഇല്ലെങ്കിൽ അവരുടെ ലെവൽ ഇപ്പോഴും ആ ദാസ്യത്വത്തിൽ നിന്ന് മാറത്തില്ല. ദാസ്യത്വത്തിൽ നിന്ന് മാറി പുത്രത്വം വെളിപ്പെടണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അതോറിറ്റി എന്താണെന്ന് ഈ അതോറിറ്റി എങ്ങനെയാണ് വെളിപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അത് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പോരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കുവോളം കാത്തിരിക്കണം. ഇന്നലെ ഏതോ ദേവദാസൻ നമുക്ക് അവിടെ പറയുന്നത് ഈ ശക്തി ധരിക്കുവോളം കാത്തിരിക്കുന്നത് യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 500 പരം ആൾക്കാർക്ക് പ്രത്യക്ഷനായിരുന്നു അല്ലേ? പൗലോസ് എഴുതിയേക്കുന്നത് അങ്ങനെയാ. പക്ഷെ പെന്തക്കോസ്ത് നാളില് മാളിമുറി പ്രാർത്ഥിക്കുന്ന 120 വരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 350 വരെ എവിടെ പോയി? ഹല്ലേലൂയ. കർത്താവ് 500 പരം ആൾക്കാർക്ക് പ്രത്യക്ഷനായി, പക്ഷേ കാത്തിരുന്ന് പ്രാപിക്കാൻ പറഞ്ഞ സ്ഥലത്ത് 120 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടോ, കർത്താവിന്റെ കൂടെ നടന്ന പുരുഷാരം പറയണ 20 ലക്ഷത്തിന് മേലെ ഉണ്ടായിരുന്നു പറയുന്നു അല്ലെ? 20,000 മേലെ ഉണ്ടായിരുന്നു.
എപ്പോൾ ഒരു 20th എപ്പോഴും കർത്താവ് എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം പുരുഷാരം തിങ്ങി നിറഞ്ഞു. കാര്യം ഇപ്പൊ ആ ഒരു രോഗിയെ കൊണ്ട് അകത്തോട്ട് കിടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വലിയ കൂട്ടമായിട്ടാ പോകുന്നത്, പുറകെ ഇങ്ങനെ തിങ്ങി. ആ പുരുഷാരൊക്കെ എന്തിനാന്ന് വെച്ചാൽ അപ്പം കിട്ടാനും സൗഖ്യത്തിന് വേണ്ടി വന്നവരാ. അവർക്കാർക്കും കർത്താവിന്റെ പരിശുദ്ധാത്മ വേണമെന്നോ മലമുറി കൂടണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ അല്ലെ പ്രാപിക്കണമെന്നോ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ അവര് പലതും അപ്പൊ ഇന്നും യേശുവിന്റെ പിന്നാലെ വരുന്നവർക്ക് എല്ലാവർക്കും ആത്മാവിനെ പ്രാപിക്കണമെന്നോ ദൈവം എന്തെങ്കിലും നമ്മുടെ കരത്തിൽ ഏൽപ്പിക്കണമെന്നോ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ആത്മാർത്ഥതയില്ല. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യണം. മോശ എന്തുകൊണ്ട് ഇത് പറയാൻ കാര്യം? പരിശുദ്ധാത്മ ദൈവം എന്നിട്ട് സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയാൻ കാര്യം, മോശനെ ഏൽപ്പിച്ചൊരു ജോലി മോശയ്ക്ക് സക്സസ്ഫുള്ളി പൂർത്തിയാക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ല ചെയ്യാൻ പറ്റുന്നത് മോശയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ മോശ എന്നിട്ട് പോലും ഹാലേലിയ മോശ ഹാലേലിയ ആമേ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ വന്ന എന്തോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൂതന് ശക്തിയൊന്നുമില്ല. ശക്തിയൊക്കെ ഉണ്ടല്ലേ? ദൂതനെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്ന മഹാശക്തന്മാരാ. ഒരാൾ ഇറങ്ങിയപ്പം ചിലപ്പോൾ ആളെയത്ത് എത്ര പേരെയാ കൊന്നത്? അതുപോലെ ശക്തന്മാരാ. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ ദൈവം പറയുന്നത് പ്രോമിസിനകത്തോടെ പറയുന്നുണ്ട്, ദൂതൻ പോരും. പക്ഷേല് ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രതികൂലം വരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് എഴുതിയത് പറയുന്നുണ്ട്, ആമേൻ പോകുവിൻ ഞാനൊരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും. 2-ാം വാക്യത്തിൽ പറയുന്നതാ, ആമേൻ അയക്കും കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. അപ്പൊ നിങ്ങളൊക്കെ ശത്രു വരുമ്പം അവരോട് ഞാൻ യുദ്ധം ചെയ്തോളാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേല് സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകത്തില്ല മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവം ഒരു വഴി വിട്ടു പോകുന്നൊന്നും അല്ല പറഞ്ഞത്. ദൂതനെ തരാം, ദൂതൻ നിങ്ങളെ നടത്താൻ ദൂതൻ വരും. പക്ഷേല് നിങ്ങളുടെ ശത്രുവിന്റെ മേലൊക്കെ ഞാൻ അതെല്ലാം ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞിട്ടും മോശ സാന്നിധ്യത്തിന് വേണ്ടി വീണ്ടും ചോദിക്കുന്നതിന്റെ കാര്യം മോശയ്ക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ഓരോരുത്തരും ജോഷുവയുടെ പുസ്തകത്തിലേക്ക് പോകുന്ന സമയത്ത് ജോഷുവായാണ് ദൈവത്തിന്റെ ദൈവം കൂടെ ഇരിക്കും. ആരും ഒരു നാൾ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. ഇതെല്ലാം കാരണം വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഏറ്റവും തിരിച്ചറിഞ്ഞ പഴയ നിയമ ഭക്തരാണ് ദാവീദ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ കിടന്ന് നിലവിളിച്ചത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ആഴ്ച എപ്പോഴും നമ്മുടെ മെസ്സേജ് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾ ഒരു ദിവസം അതുകൊണ്ട് ചോദിച്ചു, ദാവീദ് എങ്ങനെയാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത്? ദാവീദ് പാപം ചെയ്തില്ലേ എന്ന്. ഹല്ലേലൂയ. കൊച്ചുങ്ങൾക്ക് സ്വാഭാവികമായി തോന്നുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ദാവീദ് പാപം ചെയ്തു, ശരിയാണ്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയാൻ കാരണം ഈ പാപം ചെയ്തു എന്ന് ദാവീദിന് ബോധ്യം വന്നപ്പം ദാവീദ് എൻ്റെ സിംഹാസനം പോകല്ലേ, എൻ്റെ കസേര പോകല്ലേ, എൻ്റെ കിരീടം പോകല്ലേ, രാജ്യം പോലെ ഒന്നും ദാവീദ് നിലവിളിച്ചില്ല. ദാവീദ് ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ് കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ സാന്നിധ്യം തിരിച്ചെടുക്കല്ലേ, പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കല്ലേ, രക്ഷയുടെ സന്തോഷം തരും, എൻ്റെ ആ സാന്നിധ്യം എനിക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് നിലവിളിക്കാൻ കാര്യം. 51-ാം സംഗീതം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഒരിക്കൽ കൂടി നീ എന്നെ കഴുകണമേ, ആ സ്ഥാനത്ത് എനിക്ക് പരിശുദ്ധാത്മാവിനെ മടക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ദാവീദ് കരയുന്നത്. കാരണം ദാവീദിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ദാവീദിന് ഏറ്റവും വിലയേറിയത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. അത് നഷ്ടപ്പെട്ട ദാവീദ് പിന്നെ ഒന്നുമല്ലെന്ന് ദാവീദിന് മനസ്സിലായി. ആ ദാവീദ് അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ദാവീദിനെയാണ് ദൈവം പറഞ്ഞ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്മളിത് പലതും നഷ്ടപ്പെടുമ്പോൾ അതിനെ ഓർത്ത് കരയും. പലതും നഷ്ടപ്പെടുമ്പോൾ അതിനെ ഓർത്ത് സങ്കടപ്പെട്ടു. പക്ഷേ നമ്മളിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അല്പമെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിളിക്കുന്നുണ്ടോ? അത് മടക്കി തരണമേന്ന് പറയുന്നുണ്ടോ? അത് നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വില മതിക്കാനാകാത്ത എന്തെങ്കിലും സംഭവം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് വളരെ ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉള്ളൊരു ഒരു കൺഫർമേഷൻ വരാത്തതിന് പാരം എൻ്റെ മേലുണ്ടാകുന്ന ഒരു അഭിഷേകം ഉണ്ടാകുന്ന ഹല്ലേലൂയ. അത് അത്യന്ത ശക്തിയായിരുന്നു. അതിപ്പോഴെനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. അത്രത്തോളം അതെനിക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെടും വരെ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഇപ്പം എനിക്കറിയത്തില്ല. അത് പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞേക്കുന്നത് പോയിട്ടില്ല, അത് എന്നെ തന്നെ ഉണ്ട്. അത് ആവശ്യ സമയത്ത് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അത് മാനിഫെസ്റ്റ് ആകത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും
അത് മാനിഫെസ്റ്റ് അതുപോലെ ഒന്ന് മാനിഫെസ്റ്റ് ആകും വരെ എനിക്ക് ഒരിക്കലും ആ ഒരു സമാധാനം ലഭിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വില മതിക്കാനാകാത്തതാണിത്. അന്ന് അതിൻ്റെ വലിയ ആ അത്രത്തോളം അത് നമ്മൾ മനസ്സിലാക്കിയില്ല. പക്ഷേ നമുക്കെന്താ വെച്ചാൽ വിശ്വാസത്തിലേക്ക് വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത്രത്തോളം വലിയ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്ന് അപ്പോൾ ഇത് ഇത്ര ഓരോരുത്തർക്ക് എത്ര വില കൊടുത്തിട്ട് അത് ലഭിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതെന്നൊന്നും മനസ്സിലായില്ലത്. അതുകൊണ്ട് അതിനെ അത്രത്തോളം നമ്മൾ എവിടെയൊക്കെയോ അത്രത്തോളം അതിനൊരു എന്താ പറയാ വാല്യൂ കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. ആമേൻ സ്തോത്രം. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തിലെങ്കിലും നടപ്പിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ അത് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അത് മാറി നിൽക്കാനായിട്ടൊരു നമ്മൾ കാരണമായിട്ടുണ്ടാകും. അതിനെ തിരിച്ച് ലഭിക്കാത്തിടത്തോളം കാലം സമയം. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തെ ഒരിക്കൽ അനുഭവിച്ചവർ അത് അല്പമെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്ന വെളിപ്പാടുകൾ, നമുക്ക് ദർശനങ്ങൾ, നമുക്ക് തന്ന ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിൽ ഇതൊക്കെ നമ്മൾ ഇപ്പോഴും അതിനെക്കാട്ടി ഓരോ ദിവസം വർദ്ധിച്ചു വരുന്നുണ്ടോ, അതോ ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നമുക്കിപ്പോൾ അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ നിലവിളിക്കണം. അത് തിരികെ പ്രാപിക്കണം. അതിനോളം ഇമ്പോർട്ടൻസ് ആയിട്ട് അതിനോളം വിലയുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് കാണുന്ന പലതും നമുക്ക് നേടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമായിട്ട് ദൈവത്തിന്റെ അഭിഷേകം അങ്ങനെ നമുക്ക് നേടാൻ കഴിയത്തില്ല. അത് ദൈവം നമുക്ക് തന്നേ പറ്റത്ത. ദൈവം നമുക്ക് തരണമെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു വിശ്വാസം കൊണ്ടാണ്. ഇവളുടെ കൊടുത്താൽ ഇവളത് കൃത്യമായിട്ട് ഉപയോഗിക്കുക, അല്ലെ എന്റെ പൊതു പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതിനെ കച്ചവടം ചെയ്യത്തില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവം തരുത്തോളൂ. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകം എവിടെയെങ്കിലും ആരെങ്കിലും ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് പിന്നാലെ നിങ്ങൾ ഓടരുത്. അത് ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സംഭവമല്ല. അത് ദൈവം നമുക്ക് കൃപ തോന്നി നമുക്ക് ദൈവം തരേണ്ട കാര്യം തന്നെ. അപ്പൊ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നവർക്കാണ് അത് കൊടുക്കുന്നത് ധാരാളമായി. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഗുഡ് ബുക്കിൽ നമ്മൾ കയറണം. അതിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ബാക്കി എല്ലാം നമുക്ക് പറ്റും. ഇപ്പം വചനം പഠിക്കണം, പോകാം, ബൈബിൾ കോളേജിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, ആരെങ്കിലും കൊണ്ട് വിളിച്ചെങ്കിലും പ്രാർത്ഥിപ്പിക്കാം നമുക്ക്. പക്ഷേ അഭിഷേകം അങ്ങനെ നമുക്ക് ലഭിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ കൃപ തന്നെ നമ്മുടെ മേൽ വരണം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ദൈവത്തിന് ചോദിക്കാം, ദൈവമേ കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? ആ കൃപ എൻ്റെ മേൽ വേണം. എനിക്ക് ഈ അഭിഷേകം പോരാ. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. ആ ലോകത്തിന് മതി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ദൈവം ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പറയാമോ എന്ന് ചോദിച്ചു. എന്താണ് മിറക്കിൾ? ഈ നാശകരമായ ലോകത്ത് നിന്ന് നമ്മളെ ആ ലോകത്തിലായിരുന്നു നമ്മളെ ദൈവം എടുത്ത് ദൈവം വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാനം നമ്മുടെ മേൽ നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് ദൈവം ഇതേ ലോകത്തിൽ തന്നെ നമ്മൾ ആക്കിയിട്ട് പോയി. എന്തിനാന്നറിയാ? ഈ അശുദ്ധമായ ലോകത്ത് വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അശുദ്ധമായ ലോകത്തിൽ നിന്ന് നമ്മളെ എടുത്ത് വിശുദ്ധീകരിച്ച് ദൈവത്തിന് ആത്മാനം നമുക്ക് തന്ന് നമ്മളെ ഈ അശുദ്ധമായ ലോകത്തിൽ തന്നെ ദൈവം ആക്കിയിട്ട് പോയി. എന്തിനാ? ഈ അശുദ്ധമായ ലോകത്ത് വിശുദ്ധരായി ജീവിക്കാൻ. ഇതാണ് നമ്മുടെ മേൽ ദൈവം തരാ. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം എന്താ? എന്റെ കുഞ്ഞ് ഇനി ഈ ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കത്തില്ല, എന്റെ ഹിതപ്രകാരം ജീവിക്കുക. അപ്പൊ നമ്മൾ ആ ദൈവത്തിന്റെ ഹിതപ്രകാരം ആകുന്നതാണ് ദൈവത്തിനുള്ള നമ്മുടെ മേലുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അഭിഷേകത്തെ സാന്നിധ്യത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമായിരിക്കില്ല. അതിനെക്കുറിച്ച് അറിവോടുകൂടി തന്നെ നമ്മൾ ആ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കാം. ഈ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത്. ഈ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് നമുക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തോളും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാളത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളെ ഒന്നുകൂടെ ശോധന ചെയ്ത് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് പുതുക്കം പ്രാപിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജായിട്ട് തന്നെ കണ്ടാൽ മതി. നാളത്തേക്കുള്ള എന്താ പറയാ ഒരു എൻട്രി പോയിന്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.